ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു 3x3 റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നതിനെക്കുറിച്ചാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങളുടെ റൂബിക്സ് ക്യൂബിൻ്റെ യെല്ലോ ഭാഗം മുകൾ വശത്തായിട്ട് നിങ്ങളുടെ കൈയിൽ പിടിക്കുക. അപ്പോൾ അതിൻ്റെ നേരെ താഴെയായിട്ട് വൈറ്റ് ഫേസ് വരും. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് യെല്ലോ ബാറിന് ക്രോസ് ആയിട്ട് ഒരു പ്ലസ് വൈറ്റിൻ്റെത് ക്രിയേറ്റ് ചെയ്യുക. അതായത് യെല്ലോയുടെ 4 സൈഡിലായിട്ടും വൈറ്റിൻ്റെ ഫേസ് കൊണ്ടുവരിക. ശേഷം നിങ്ങൾ ഈ വൈറ്റ് എഡ്ജിന് കറക്റ്റായിട്ടുള്ള കളർ ഏതാണോ അതിൻ്റെ സെൻറ്റർ കളറുമായിട്ട് യോജിപ്പിക്കുക. എക്സാമ്പിളായിട്ട് വൈറ്റിൻ്റെ സൈഡിൽ പച്ച കളറാണെങ്കിൽ ആ പച്ച കളറിൻ്റെ സെൻറ്ററിൽ വരുന്ന ആ ഏരിയയിൽ നിങ്ങൾ ആ വൈറ്റ് കളറിനെ കൊണ്ടുപോയി വെച്ചതിന് ശേഷം ആ വൈറ്റ് കളറിനെ നേരെ അതിൻ്റെ താഴെയുള്ള വൈറ്റ് പൊസിഷനിലേക്ക് കൊണ്ടുപോകുക. അങ്ങനെ നിങ്ങൾ 4 എഡ്ജിലുള്ള പ്ലസ്സിലുള്ള വൈറ്റിനെയും അതേ രൂപത്തിൽ താഴെ വൈറ്റിന് സമാനമായിട്ട് കൊണ്ടുവന്ന് വെക്കുക. അതാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവെക്കുമ്പോൾ ഇതിൽ കാണുന്ന പോലെ വൈറ്റിനൊരു പ്ലസ് ക്രിയേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാം. ശേഷം നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ വൈറ്റിൻ്റെ പ്ലസ് റെഡിയായി അതിൻ്റെ 4 കോർണറിലും വൈറ്റ് കളറിനെ എത്തിക്കണം. അങ്ങനെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടോപ്പിലുള്ള യെല്ലോ കളർ ഇല്ലാത്ത കളർ നമ്മളെ ഫേസിൽ വരുന്ന രൂപത്തിലുള്ളതിനെ സെലക്ട് ചെയ്യുക. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു എഡ്ജ് എടുക്കുകയാണെങ്കിൽ അതിൽ അതായത് യെല്ലോ ഇല്ലാത്ത എക്സാമ്പിൾ ഇപ്പോൾ റെഡ് ഗ്രീൻ ആണ് വരുന്നതെങ്കിൽ ആ ഗ്രീൻ നമ്മളെ ഫേസിൽ ഏതാണ് വരുന്നത് അതിൻ്റെ സെൻറ്ററിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ പൊസിഷനിൽ ആ എഡ്ജിനെ നമ്മൾ എത്തിക്കുക. അപ്പോൾ നമുക്ക് ആ പൊസിഷനിൽ എവിടെയാണോ കറക്റ്റ് പൊസിഷൻ അതിൻ്റെ എന്ന് നമുക്കറിയാൻ പറ്റും. ആ ഫേസിനെ നമ്മൾ അതിൻ്റെ സെൻറ്ററിലുള്ള കളറുമായിട്ട് യോജിപ്പിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ അതിൻ്റെ വലത് സൈഡ് അല്ലെങ്കിൽ അതിൻ്റെ ഇടത് സൈഡിൽ ആയിരിക്കും അതിൻ്റെ ഒരു കറക്റ്റ് പൊസിഷൻ വരിക. അപ്പോൾ നിങ്ങൾക്ക് എത്തിക്കേണ്ടത് വലത് സൈഡിലാണെങ്കിൽ അതിനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീനിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലാണ് എഡ്ജ് എത്തിക്കേണ്ടതെങ്കിൽ U ഡാഷ് L ഡാഷ് U ഡാഷ് L U F ഡാഷ്. ഇതിലെന്താണ് L ഡാഷ് U ഡാഷ് എന്നൊക്കെ ഞാൻ ഇവിടെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഡിസ്ക്രിപ്ഷനായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ U ഡാഷ് എന്ന് പറയുമ്പോൾ അപ്പർ എഡ്ജിനെ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. L ഡാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള എഡ്ജിനെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. അതുപോലെ സ്ക്രീനിൽ കൊടുത്ത പോലെ കറക്റ്റ് നിങ്ങൾ ആ ഒരു ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യുക. ലെഫ്റ്റ് സൈഡാണ് വേണ്ടതെങ്കിൽ അതേ മെത്തേഡ് തന്നെ നെക്സ്റ്റ് എഡ്ജ് എടുത്തിട്ട് അതിൻ്റെ പൊസിഷൻ റൈറ്റ് സൈഡിലേക്കാണ് മാറേണ്ടതെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്ത U R ഡാഷ് U ഡാഷ് F ഡാഷ് U ഡാഷ് F ഈ ഒരു അൽഗോരിതം അതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കിയാൽ കാണാം ഏകദേശം 2 സൈഡുകളും അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. ഒരു സൈഡ് കൂടെ റെഡി ആവാനുണ്ട്. ഓക്കെ, ഞാൻ ഇതേപോലെ ഇക്വേഷൻസ് അപ്ലൈ ചെയ്തപ്പോൾ അതിൻ്റെ പൊസിഷനിലേക്ക് കറക്റ്റ് മാറി വരുന്നുണ്ട്. ഒരു എഡ്ജ് കൂടെ സെറ്റ് ആവാനുണ്ട്. ഇപ്പോൾ ആ ഒരു എഡ്ജ് കൂടെ എന്തായിട്ടുണ്ട്, റെഡി ആയി വന്നിട്ടുണ്ട്. നോക്കിയാൽ നമുക്ക് ആ ഒരു ഭാഗവും ആ 4 സൈഡ് അതേപോലെ താഴത്തെ വൈറ്റ് ഇത്രയും ഭാഗം നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിലൂടെ തന്നെ കറക്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്താൽ നിങ്ങൾക്ക് ജസ്റ്റ് 10 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ അടുത്ത് നമ്മളുടെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകൾ ഭാഗം അതായത് ടോപ്പിലുള്ള കളർ യെല്ലോനെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ കിട്ടിയ യെല്ലോയുടെ ടോപ്പിൽ ഒരു L ഷേപ്പ് യെല്ലോ കോൺ സെറ്റായിട്ടുണ്ടാകും. അങ്ങനെ സെറ്റായിട്ടുണ്ടെങ്കിൽ നിങ്ങളവിടെ ഞാൻ ഈ പറയുന്ന ഈ ആൽഗോരിതം അപ്ലൈ ചെയ്ത് കൊടുക്കുക. F R U R ഡാഷ് U ഡാഷ് F ഡാഷ് ആ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു യെല്ലോയുടെ 3 സൈഡ് ഒരേപോലെ വന്നതായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ അതിനെ ക്രോസ് ചെയ്ത് വെക്കാതെ ഒരു പാരലായിട്ട് അതിനെ വെച്ചതിന് ശേഷം ഞാൻ ഈ പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. R U R ഡാഷ് U R U ടു R ഡാഷ് ഈ ഒരു ഇക്വേഷൻ 1-2 പ്രാവശ്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടോപ്പിലുള്ള യെല്ലോ കംപ്ലീറ്റ് ആയിട്ട് സെറ്റായിട്ട് വരുന്നതായിരിക്കും.
യെല്ലോ ഏകദേശം സെറ്റായി വരുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു ലെവൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ യെല്ലോനെ കോർണറിലാക്കിയിട്ട് ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്ത അൽഗോരിതം നിങ്ങളൊന്നും കൂടെ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ നോക്കിയാൽ കാണാം ആ യെല്ലോയും നമുക്ക് സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് യെല്ലോ അതിൻ്റെ താഴെയുള്ള മറ്റ് 2 കളർ ഏറ്റവും ഡൗണിലുള്ള വൈറ്റ് ഇത്രയും സെറ്റായിട്ടുണ്ട്. ഇനി ഈ ടോപ്പിലുള്ള കളർ കൂടെ സെറ്റായാൽ നമ്മുടെ റൂബിക്സ് ക്യൂബ് കംപ്ലീറ്റ് ഫിക്സ് ആകും. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇതിൽ നോക്കിയാൽ ഒരു ഹെഡ്ലൈറ്റ് രൂപത്തിൽ എന്താക്കാം ഓൾറെഡി സെറ്റായത് കാണാം. അപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്ത ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സെറ്റായി കിട്ടും. ഇക്വേഷൻ ആർ ഡാഷ് എഫ് ആർ ഡാഷ് B2 ആർ എഫ് ഡാഷ് ആർ ഡാഷ് B2 R2. അപ്പോൾ നമുക്ക് ഒരു അടിച്ച് സെറ്റായി കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ നമ്മൾ അതിനെ ഓപ്പോസിറ്റ് സൈഡ് വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന ഈ ഒരു ഇക്വേഷൻ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആർ യു ഡാഷ് ആർ യു ആർ യു ആർ യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് R2. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ റൂബിക്സ് ക്യൂബിൻ്റെ എല്ലാ സൈഡും ഫിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ ജസ്റ്റ് 10 മിനിറ്റ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്.